രാഷ്ട്രീയ ഭൂപടത്തിൽ തിരുവനന്തപുരത്തിന്റെ മുഖം ശശി തരൂർ തന്നെയാണ്. ആ ശശി തരൂർ ഇന്ന് ആരുടെ എവിടെ എന്ന കാര്യത്തിൽ പലപ്പോഴും തർക്കങ്ങൾ അരങ്ങേറുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇതൊന്നുമല്ല. BJP എ ക്ലാസ് മണ്ഡലമായി കണക്കുകൂട്ടി പണിയെടുക്കുന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വലിയ അട്ടിമറി കണക്കുകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ ശബരിനാഥ് പുറത്തുവിടുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ അതേ മാർഗത്തിലുള്ള നീക്കം നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി നടത്തുന്ന അട്ടിമറി കഥകൾ ഓരോന്നോരോന്നായി ശബരിനാഥ് പൊളിച്ചെഴുതുന്നത്. ചുരുളഴിച്ചുകൊണ്ടാണ് പല തെളിവുകളും അദ്ദേഹം പുറത്തുവിടുന്നത്. ഇവിടെ ഒന്നും രണ്ടുമല്ല, 400 വോട്ടുകളുടെ അട്ടിമറി കഥകൾ ഒരിടത്തു നിന്നും മാത്രമായി പുറത്തു വരികയാണ്. മുഴുവൻ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ശബരിനാഥ് ആ ഞെട്ടിക്കുന്ന അട്ടിമറി കണക്കുകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടതും. ആ രംഗങ്ങൾ ഒന്ന് കാണാം. വളരെ ഷോർട്ട് നോട്ടീസിലാണ് 10 മണിക്കാണ് ഇതിന്റെ ഒരു തീരുമാനമെടുത്ത് അറിയിച്ചത്. അപ്പോൾ ഈ തിരക്ക് ദിവസത്തിലും വന്ന എല്ലാ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയും ഞാനുമൊക്കെ ഉന്നയിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായി നമുക്കറിയാം, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകൾ നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഒക്ടോബർ മാസം പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ, ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തന്നെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അതിൻ്റെ ഡീറ്റെയിൽസും ഡേറ്റും ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ഏകദേശം സെപ്റ്റംബർ 2 ഒരു കരട് പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ വീണ്ടും ഒരു കരട് പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ പുതിയ കരട് പട്ടിക പ്രഖ്യാപിച്ച അതിലുണ്ടായിട്ടുള്ള ചില അപാകതകളെക്കുറിച്ചുള്ള ഡയറക്റ്റായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനോട് നമ്മൾ ആദ്യമേ ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വിട്ടൊരു പോസ്റ്റാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കേരളത്തിൽ വോട്ടർ പട്ടിക കരട് പട്ടിക 2-ാം തീയതി അപ്ലോഡ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സെലക്ട് ചെയ്ത് എൻ്റെ വാർഡായ ശാസ്തമംഗലം വാർഡ് 41 സെലക്ട് ചെയ്ത് അതിന് കീഴിലുള്ള 6 പാർട്ടികളുണ്ട്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന 6ാമത്തെ പാർട്ടിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ്, എൻ്റെ വയസ്സ്, എൻ്റെ ഇലക്ഷൻ വോട്ടർ ID, നമ്മളെല്ലാം വോട്ട് ചെയ്യുന്ന വോട്ടർ ID അടക്കമുള്ള ഡീറ്റെയിൽസാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഏകദേശം ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ആ പേജ് അപ്രത്യക്ഷമായി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ പേജ് അപ്രത്യക്ഷമാകുന്നത് പുതിയ ഡേറ്റ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വന്നിരുന്ന പേജിൽ ഉണ്ടായിരുന്നത് ഒരു ബൂത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലുള്ള എക്സിസ്റ്റിംഗ് വോട്ടർമാർ ഒഴിവാക്കിയ മരണപ്പെട്ട വോട്ടറുകൾ, അതിനുശേഷം പുതിയതായി ആഡ് ചെയ്ത വോട്ടുകൾ, ഇങ്ങനെ 3 ഗണത്തിലാണ് ഈ പറഞ്ഞ സെപ്റ്റംബർ 2 കരട് പട്ടിക വന്നത്. അതിനുശേഷം നമ്മൾ നേതാക്കൾ എല്ലാവരും ഇടപെട്ടു. നമ്മുടെ DCCക്കാർ തിരുവനന്തപുരത്ത് ചില പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളും ഒരു ടീമും ഒക്കെ ചേർന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റാബേസ് അപ്രത്യക്ഷമായതുകൊണ്ട് പല ആവർത്തി നേതാക്കളെല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു. അപ്പോഴാണ് ഇന്നലെ പുതിയ വോട്ടർ പട്ടിക വരുമെന്ന് പറഞ്ഞത്. ആ പുതിയ വോട്ടർ പട്ടിക വരുന്നതിന് ഒരു ദിവസം മുമ്പാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒരു വാർത്ത നമ്മൾ കാണാനിടയായത്. ഞാൻ ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ പറയുന്നതാണ്, വോട്ടറെ അറിയാൻ കേരളത്തിൽ ഇനി ഒരു 9 അക്ക നമ്പർ എന്നാണ് പറയുന്നത്. ഞാൻ വാർത്ത വായിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്തെ ഓരോ വോട്ടർക്കും 9 അക്ക തിരിച്ചറിയൽ നമ്പർ നൽകും. പട്ടികയിൽ ഇരട്ടിപ്പുണ്ടെന്നുള്ള പരാതി നിലനിൽക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു 9 അക്ക നമ്പർ വരുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതുവരെ നമ്മളെല്ലാവരും വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ വെച്ചാണെങ്കിൽ, ഇനിയും നമ്മൾ വോട്ട് ചെയ്യുന്ന ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് നമ്മുടെ വോട്ടിംഗ് ബേസ് എന്ന് പറയുന്നത് ഒരു 9 അക്ക നമ്പറാണ്. ആ നമ്പർ ഇങ്ങനെയാണ്: SEC എന്ന് പറഞ്ഞ 3 ഇംഗ്ലീഷ് അക്ഷരം, അതിനുശേഷം റാൻഡമായിട്ട് വന്ന് അലോട്ട് ചെയ്ത് വന്ന ഒരു ഡിജിറ്റ്. കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഒരു വോട്ടറുടെ നമ്പറാണ് SEC 000001. അപ്പം ഇങ്ങനൊരു പുതിയ വോട്ടർ നമ്പർ കേരളത്തിൽ ഒരു പത്രക്കുറിപ്പും വരാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച ചെയ്യാതെ ഒരു പുതിയ വോട്ടർ നമ്പർ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഞാനിവിടെ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ചു, കോൺഗ്രസുമായി സംസാരിച്ചു. അവസാനം മീറ്റിംഗ് ഉണ്ടായിട്ടുള്ളത് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. സെപ്റ്റംബർ 17 എന്നുള്ള മീറ്റിങ്ങിൽ വോട്ട് ചേർക്കുന്നതിനെക്കുറിച്ചും ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും പറയുന്നതല്ലാതെ ഇത്രയും വലിയ ഒരു പോളിസി തീരുമാനം, SEC നമ്പർ എന്നൊരു 9 ഡിജിറ്റ് നമ്പർ വരുന്നു എന്നുള്ള ഒരു പോളിസി തീരുമാനം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും അറിയിച്ചിട്ടില്ല. ഏകദേശം 2,83,00,000 വോട്ടർമാരെ അഫക്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായമില്ലാതെ ഇത്തരത്തിൽ ഉള്ളൊരു നമ്പർ അലോട്ട് ചെയ്ത് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ തീരുമാനപ്രകാരം ഇന്ന് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ വോട്ടർ നമ്പർ വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പം ഈ 2-ാമത്തെ സ്ലൈഡ്
ഇതാണ് നമ്മുടെ എല്ലാം വോട്ടർ ഐ കാർഡ് നമ്മൾ നോക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ വലതുവശത്ത് കാണുന്നതാണ് ആ വെബ്സൈറ്റിൻ്റെ എന്താ പറയുക പേജ്. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ഐ ഡി ഇതാ എൻ്റെ എപ്പിക് നമ്പർ അടിച്ച് വരുന്ന റിസൾട്ടാണ് ഈ കാണുന്നത്. ശബരിനാഥൻ KS, പിതാവിൻ്റെ പേര്, വയസ്സ്, എൻ്റെ വോട്ടർ ഐ ഡി നമ്പർ, എൻ്റെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി 20, എൻ്റെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി വട്ടിയൂർക്കാവ്, എൻ്റെ ബൂത്ത് രാജാ കേശവദാസ് റൂൾ ശാസ്താമംഗലം എന്നുള്ളത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഇന്നലെ കൊണ്ടുവന്ന ACC.Kerala എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുള്ള വോട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്ന വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ വോട്ടർ ഐ ഡിക്ക് സമാനമായി ശാസ്തമംഗലം വാർഡ്, രാജാ കേശവദാസ് ബൂത്ത്, പാർട്ട് 6 എന്ന് വരും. ഞാനിനി കാണിക്കാൻ പോകുന്നത് 3 വോട്ടർ ഐ ഡിയാണ്. അതിൽ ഒന്നാമത്തെ ഒരു വോട്ടർ ഐ ഡി നമ്പർ ഞാനൊന്ന് ഈ വെബ്സൈറ്റിൽ അടിക്കുകയാണ്. ചൂസ് ദ ലോക്കൽ ബോഡി. ഞാൻ തിരുവനന്തപുരം ലോക്കൽ ബോഡി, ഞാൻ തിരുവനന്തപുരം അടിച്ചു. ഞാൻ ലോക്കൽ ബോഡിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ സെലക്ട് ചെയ്തു. ഞാനൊരു വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കാൻ പോവുകയാണ്. ഈ ക്യാപ്ച കറക്റ്റാണോ നിങ്ങൾ പറയണേ, എനിക്ക് കാണാൻ സാധാരണ ഒരു വോട്ടർ ഐ ഡി കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഒരു വോട്ടർ ഐ ഡിക്ക് എൻ്റെ വോട്ട് ശാസ്ത്രകുളത്ത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇതടിക്കുമ്പോൾ ഇതെന്താണ്, ഈ വ്യക്തിക്ക് കേരളത്തിൻ്റെ വോട്ടർ ഐ ഡി കാർഡ് നമ്പറിൽ 2 വോട്ടർ ഐ ഡിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ വ്യക്തിക്ക് 17-ാം വാർഡായ തുരുത്തുമൂലയിൽ പാർട്ട് നമ്പർ 978 വോട്ട് ചെയ്യാം. 11-ാം വാർഡായിട്ടുള്ള ശ്രീകാര്യത്തിൽ പാർട്ട് നമ്പർ 383 വോട്ട് ചെയ്യാം. ഒരു പോളിംഗ് സ്റ്റേഷൻ വേറ്റിക്കോണം സ്കൂള്, നമ്മുടെ നമ്മുടെ കാച്ചാനിക്കടുത്തുള്ള വേറ്റിക്കോണം സ്കൂള്. 2ാമത്തെ വോട്ട് വികാസ് നഗർ അംഗൻവാടി, ശ്രീകാര്യത്ത്. ഇതിൻ്റെ പ്രശ്നം ഇതല്ല. നിങ്ങൾ ഇതേ സാധനം ഞാനിവിടെ കാണിക്കുകയാണ്. കൂടുതൽ മാക്സിമൈസ് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇവരുടെ 2 പേരുടെയും ഈ ഒറ്റയാളുടെ വോട്ടർ ഐ ഡി AR0180794. തുരുത്തുമൂലയിലും വോട്ട് ചെയ്യാം, ശ്രീകാര്യത്തും വോട്ട് ചെയ്യാം. പക്ഷേ കേരള ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ 9 അക്ക പുതിയ നമ്പർ 2 വേറെ വേറെയാണ്. എന്ന് വെച്ചാൽ തുരുത്തുമൂല വോട്ട് ചെയ്യുന്ന 9 അക്ക നമ്പർ SCC 0466200787 അവസാനം കാണുന്നത് ഈ കാണുന്നത്. ശ്രീകാര്യത്ത് വോട്ട് ചെയ്യാൻ 9 അക്ക ഡിജിറ്റ് SCC 033232477 അവസാനം കാണുന്നത്. ശ്രീ ഷാജഹാന്റെ പത്രസമ്മേളനത്തിലെ പ്രസക്തമായ ഭാഗം ഞാൻ പറയുകയാണ്. ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർക്കും ഇതേ രീതിയിൽ സവിശേഷമായ തിരിച്ചറിയൽ നമ്പർ കിട്ടും. ഈ 9 അക്ക തിരിച്ചറിയൽ നമ്പർ തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എല്ലാ തുടർകാര്യങ്ങൾക്കും പുതിയ നമ്പർ ഉപയോഗിക്കണമെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ, അയാൾക്ക് ഒരു വോട്ടർ പട്ടികയിൽ 2 വോട്ടുണ്ടെങ്കിലും ഈ പറയുന്ന അവസാനമുള്ള ആ SCC നമ്പർ SCC 033232427 വെച്ച് ശ്രീകാര്യത്തും വോട്ട് ചെയ്യാം. അടുത്ത SCC നമ്പർ 0466200787 വെച്ച് തുരുത്തുമൂലയിലും വോട്ട് ചെയ്യാം. പണ്ടൊക്കെ വോട്ടർ ഐ ഡി വെച്ച് 2 വോട്ട് ചെയ്യാൻ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പുതിയ നമ്പർ കൊടുത്തതോടെ റെഗുലറൈസ് ചെയ്യുകയാണ്. കള്ള വോട്ടുകൾ, ഡബിൾ വോട്ടുകൾ, ഇരട്ടി വോട്ടുകൾ, മൾട്ടിപ്പിൾ വോട്ടുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, ഒത്താശയോടുകൂടി അതിനെ റെഗുലറൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വീട് നമ്പർ റെഗുലറൈസ് ചെയ്യുന്ന പോലെ, പട്ടയം റെഗുലറൈസ് ചെയ്യുന്ന പോലെ കള്ള വോട്ടുകൾ റെഗുലറൈസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഉദാഹരണം. 2ാമത്തെ ഒരു ഉദാഹരണം, ആ വോട്ടർ ഐ ഡി കാർഡ് അടിച്ചു നോക്കിയാൽ മതി. 647 കാച്ചാണി വാർഡിൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1072 സീരിയൽ നമ്പർ വെച്ച് വാഴോട്ട് കാണും വാർഡിൽ വോട്ട് ചെയ്യാം. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം.
ഒരാൾ വോട്ടർ ഐ ഡി MKG 1763-754 വെച്ച് വേളാർ വാർഡിലും വോട്ട് ചെയ്യാം 756. വേളാർ നമ്മുടെ കോളത്തിനടുത്തുള്ള കോർപ്പറേഷൻ്റെ 68-ാം വാർഡ് വേളാറിൽ വോട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതേ വോട്ടർ ID കാർഡ് വെച്ച് പൂന്തുറ വാർഡിൽ 70-ാം വാർഡിൽ 1330 സീരിയൽ നമ്പർ വെച്ച് അവിടെയും വോട്ട് ചെയ്യാം. എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും? രണ്ടിൻ്റെയും SCC നമ്പർ നോക്കൂ. ഈ വ്യക്തി ഈ SCC നമ്പർ 04663836 കാണിക്കുകയാണെങ്കിൽ, കാരണം സർക്കാർ പറഞ്ഞേക്കുക ഇതാണ് ഇനിയുള്ള ID എന്നുള്ളത്, ഇത് കാണിച്ചുകൊണ്ട് വേളാറിൽ പോയാൽ അവർക്ക് വോട്ട് ചെയ്യാം. അടുത്ത SCC നമ്പർ കാണിച്ചുകൊണ്ട് പോയാൽ അവർക്ക് പൂന്തുറ വാർഡിൽ വോട്ട് ചെയ്യാം. അപ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പറയുന്നത്, ഇതിലെന്തുകൊണ്ട് ദുരൂഹതയുണ്ട് നമ്മൾ പറയുന്നതിൻ്റെ കാരണം, ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഈ SCC എന്ന് പറഞ്ഞൊരു നമ്പർ എന്നൊരു പുതിയ ഒരു വലിയ മാറ്റമുണ്ടെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡിസ്കസ് ചെയ്യാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനത്തെ പ്രകാരം പുതിയൊരു SCC നമ്പർ വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വോട്ടർ നമ്പർ, വോട്ടർ ID കാർഡ് ഈ പിൻവാതിലൂടെ റെഗുലറൈസ് ചെയ്യപ്പെടുകയാണ്. ഇഷ്ടമുള്ള പോലെ ആളുകൾക്ക് ഈ നമ്പർ കാണിച്ച് എവിടെയും വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. ഇനി ഇതിന് രണ്ടാമത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കുറേ സുഹൃത്തുക്കൾ ഇവിടെ പ്രൊഫഷണൽ കോൺഗ്രസ് അടക്കം DCCയിലുള്ള പല ആളുകളും സഹായിച്ച് ചെറിയ വർക്ക്, നമ്മുടെ ഈ ശ്രീ രാഹുൽ ഗാന്ധി വോട്ട് ചോരി കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഉദാഹരണം വെച്ച് അഡീഷനും ഡിവിഷനും പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ കുറേ ആളുകൾ ചേർന്ന്, താല്പര്യമുള്ള ആളുകൾ ചേർന്ന് ഒരു പ്രോജക്റ്റ് പോലെ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് ആ പ്രോജക്റ്റ് തുടങ്ങാനുള്ള കാരണം, ഈ സെപ്റ്റംബർ 2 വോട്ടർ പട്ടികയിൽ എൻ്റെയും നിങ്ങളുടെയും ഇലക്ഷൻ ID കാർഡ് നമ്പർ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരൂഹത, ഇന്നലെ മുതൽ വന്നിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ, സ്റ്റേറ്റിൻ്റെ കരട് വോട്ടർ പട്ടികയിൽ, എൻ്റെ രണ്ടാമത്തെ ആരോപണമാണ്. ഒന്നാമത്തെ ആരോപണം പിൻവാതിലായിട്ട് റെഗുലറൈസ് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ ആരോപണം, ഇന്നലെ മുതൽ സൈറ്റിലിട്ടിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ എൻ്റെയും നിങ്ങളുടെയും EIC നമ്പർ, വോട്ടർ ID കാർഡ് നമ്പർ ഇല്ല. നിങ്ങൾ പുതിയ SCC കാർഡ് കൊണ്ടുവന്ന് നമ്പർ കൊണ്ടുവന്നോളൂ. എന്തുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇലക്ട്രൽ വോട്ടർ ID കാർഡ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്തത്? ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായി ഞാനിപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി, SCC കേരളയിൽ പോയി, ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരാളുടെ ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം, മറ്റേതിലേക്ക് പോകണ്ട. ഞാൻ തിരുവനന്തപുരത്ത് പോയി വോട്ടർ ID കാർഡ് അല്ലാതെ നമുക്ക് അല്ലാതെ ലിസ്റ്റ് കാണുന്ന ഒരു ലിങ്ക് ഉണ്ട്. നമ്മുടെ വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് വരുന്ന ലിങ്ക് ഉണ്ട്. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, ഞാൻ ലിങ്ക് പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ ഫോണിൽ പോയി നോക്കാം. ആ ലിങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ SCC ഓക്കെ, ഇതിലാണ് നമുക്കെല്ലാം എന്താ പറയുക, നമ്മുടെ വോട്ടർ ലിസ്റ്റ്, നമ്മുടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ട് കാണാൻ പറ്റുന്ന ഉള്ളത്. സ്പെല്ലിംഗ് നോക്കിക്കോണേ. ലിസ്റ്റ് HTTPS ഒന്നടിച്ചത് ഒന്ന് ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ? അതിൽ നിങ്ങൾ ബേസിക്കലി നമ്മൾ വോട്ടർ പട്ടിക, ഇപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, നമുക്കവിടെ ചെന്ന് എൻ്റെ ബൂത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനുള്ള ലിസ്റ്റ് വാർഡ് പ്രസിഡൻറ്റോ ബ്രാഞ്ച് സെക്രട്ടറിക്കോ ആർക്കെങ്കിലും വന്ന് ലിസ്റ്റ് നോക്കണമെങ്കിൽ സർക്കാർ തന്നിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ പോയി ഞാനിപ്പം സെലക്ട് ചെയ്യുകയാണ്, എൻ്റെ വാർഡ്, എൻ്റെ ബൂത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആളുടെ പേര്, സാധാരണഗതിയിലാണെങ്കിൽ വോട്ടർ ID കാർഡ്, അഡ്രസ്സ്, ഏജ് ഒക്കെ കാണും. ഇല്ലേ? ഇതല്ലാതുള്ള ലിസ്റ്റ് ഉണ്ട്. സിറ്റിസണിലോട്ട് പോയി നമുക്ക് കറക്ഷൻസ്, അഡിഷൻ, സെർച്ച് വോട്ടർ എന്നുള്ള ഓപ്ഷൻ, ഇതല്ലേ സെർച്ച് വോട്ടർ അല്ല, നമുക്ക് വോട്ടർ പട്ടിക കാണാൻ അത് ഈ ലിങ്കാണ്. ഈ ലിങ്ക് ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ലിങ്കിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ജില്ല തിരുവനന്തപുരം കൊടുത്തു, ലോക്കൽ ബോഡി തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തു, വാർഡ് ഇപ്പം ഒന്നും വേണ്ട, 1-ാം വാർഡ് കഴക്കൂട്ടം വാർഡ് കൊടുക്കുകയാണ്. 1-ാം വാർഡിലെ പോളിംഗ് സ്റ്റേഷൻ
ഒന്നാം വാർഡിലെ 1-ാം പോളിംഗ് സ്റ്റേഷൻ സെയിൻറ്റ് ആൻ്റണീസ് LPS കാരിയിൽ കൊടുക്കുകയാണ്. ഞാൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തു. ഈ പറഞ്ഞ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന നിങ്ങൾ സൂം ചെയ്താൽ കാണാൻ പറ്റും. ആളുടെ പേര് കാണാം, ഗാർഡിയൻസ് നെയിം കാണാം, ഓൾഡ് വാർഡ് ഹൗസ് നമ്പർ കാണാം, ഹൗസ് നെയിം കാണാം, ജെൻഡർ ഏജ് കാണാം, ന്യൂ SCC ID. ഇപ്പോഴുള്ള കരട് വോട്ടർ പട്ടികയിൽ EIC കാർഡ് അല്ലെങ്കിൽ നമ്മളൊക്കെ പവിത്രമായി കാണുന്ന വോട്ടർ ID കാർഡില്ല. പകരം ഈ ID കാർഡ് മാത്രമാണുള്ളത്. അപ്പോൾ ബൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ അയാൾക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? സർക്കാർ പറഞ്ഞേക്കുന്നത് പ്രിന്റ് ചെയ്ത് പിന്നെ തരും. പ്രിന്റ് ചെയ്തുള്ള പഴയ കരട് വന്നിട്ടുണ്ട്. പുതിയ കരട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ SCCI കാർഡ് കൊണ്ട് മാത്രമാണ് നോക്കാൻ പറ്റുന്നത്? ഇതിലെ ചതി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നെറ്റിൽ വോട്ടർ ID കാർഡും SCC കാർഡും രണ്ടും ഉണ്ടെങ്കിൽ ഇതിലെ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കേണ്ട കള്ള വോട്ടുകളെ നമുക്ക് റെഗുലറൈസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ വെബ്സൈറ്റിൽ ഈ പറഞ്ഞതുപോലെ scc.kerala.gov.in വെബ്സൈറ്റിൽ ഈ ലിസ്റ്റ് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആരോപണം, ആരോടും ചർച്ചയില്ലാതെ എന്തുകൊണ്ട് പുതിയൊരു നമ്പർ കൊണ്ടുവന്നു? അങ്ങനെ ഒരു വോട്ടർ ID കാർഡ് തന്നെ 2-3 ആളുകൾക്ക് പുതിയ SCC നമ്പർ വന്നതോടെ എവിടെയും പോയി സുലഭമായി വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. മൂന്നാമത്തെ ആരോപണം, ഈ SCC ID പുതിയ കരട് പട്ടികയിലുണ്ട്, പക്ഷെ പഴയ ഇലക്ഷൻ ID കാർഡ് നമ്പർ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എന്നിട്ട് പറയുകയാണ് അടുത്ത 14 ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്കെല്ലാം പുതിയ വോട്ടർമാരെ ചേർക്കാം, എന്നിട്ട് വോട്ടർമാരെ ഡബിളിങ് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ രാഷ്ട്രീയ പാർട്ടി ഇനിയും നവരാത്രി അവധി ദിവസങ്ങളാണ്, അത് കഴിഞ്ഞാൽ ഒരാഴ്ച കിട്ടും. ഒരു ഡേറ്റയും ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ ബൂത്തിലുള്ള പ്രവർത്തകന് ഈ SCC IDയും മറ്റു കാര്യങ്ങളും വെച്ച് ഈ പറഞ്ഞതുപോലെ ബൂത്തിലിറങ്ങി കള്ളവോട്ട് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 3 ഉദാഹരണം മാത്രമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ബാക്ക് എൻഡിലൂടെ കണ്ടുപിടിച്ചതാണ്. അതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് തെന്നിയും തെറിച്ചുള്ള 3 ഉദാഹരണങ്ങൾ ആരാണെന്നുകൂടി നമുക്കറിയില്ല. ഒരു ചെറിയ വർക്ക് നടത്തിയപ്പോൾ കോർപ്പറേഷനിലെ ഒരു 5-ഓ 6-ഓ വാർഡ് നോക്കിയപ്പോൾ തന്നെ 10-200 എക്സാമ്പിളുകൾ, 400 വോട്ടാണ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു ഫുള്ളായിട്ടുള്ള ഡേറ്റാബേസ് വെച്ച് കെട്ടുകയാണെങ്കിൽ ഞാൻ നിസ്സംശയം പറയാം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു മിനിമം 5000 to 10000 ഇതുപോലത്തെ മൾട്ടിപ്പിൾ വോട്ട് കാണും. ഈ മൾട്ടിപ്പിൾ വോട്ടുകൾ കണ്ടുപിടിക്കുന്നതിന് പകരം അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത്, ഇലക്ഷൻ കമ്മീഷനോട് സംസാരിക്കുമ്പോൾ പത്രക്കുറിപ്പിലൊക്കെ ഇരട്ട വോട്ടുകൾ ഉണ്ടാവുമെന്ന് പറയുകയാണ്. ഈ ഇരട്ട വോട്ടുകൾ ഇല്ലാതാക്കാനല്ലേ, കള്ളവോട്ടുകൾ ഇല്ലാതാക്കാനല്ലേ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്? അതിനെ നോർമലൈസ് ചെയ്യുകയാണ്. അതെന്തായാലും കുറേയേറെ കള്ളവോട്ടുകൾ ഉണ്ടാവുന്നുള്ളത്. ഇത്രയും ദിവസം ആ കള്ളവോട്ടുകൾ അത് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അത് ഫിൽട്ടർ ചെയ്യാതെ എന്തിനാണ് പുതിയൊരു SCC ID കൊണ്ടുവന്ന് ആ കള്ളവോട്ടുകളെ റെഗുലറൈസ് ചെയ്യുന്നത്? 4 ചോദ്യങ്ങളാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാനുള്ളത്. ഞാനത് CPM-നെ സഹായിക്കാനാണോ BJP-യെ സഹായിക്കാൻ വേണ്ടിയാണോ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണോ കൃത്യമായിട്ടുള്ള പ്രോസസ്സാണോ എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പിന്നീട് ഘട്ടത്തിൽ അത് പറയണമെങ്കിൽ പറയാം. 4 സുതാര്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് നമുക്ക് ചോദിക്കാനുള്ളത്. 1, നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുഗ്ലക്കിയൻ പരിഷ്കരണമായിട്ടുള്ള ഈ 9 ഡിജിറ്റ് SCC നമ്പർ എന്ന് പറയുന്നത് ബാക്ക് ഡോർ റെഗുലറൈസേഷൻ അല്ലേ? കള്ള വോട്ടുകളെ റെഗുലറൈസ് ചെയ്യാനുള്ള, അതിനെ സ്ഥിരീകരിക്കുവാനുള്ള തട്ടിപ്പേർപ്പാടല്ലേ? ഇത് മുഖാന്തരം ഒത്തിരി ആളുകൾക്ക് വന്ന് പലയിടത്തും വന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയല്ലേ? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് തോന്നുന്നു 17-ാം തീയതിയാണ് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നത്. ആ കൺസൾട്ടേഷൻ ശേഷം പിന്നെ കൺസൾട്ടേഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്നലെ പുതിയ വോട്ടർ പട്ടിക വന്നു. പുതിയ SCC വോട്ടർ പട്ടിക എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ഇലക്ഷന് നമ്മൾ SIR-നെതിരെ പോരാടുന്നത് എന്തിനാണ്? ബീഹാർ ഇലക്ഷന് 4 മാസം മുമ്പ് പുതിയ പ്രോസസ് തുടങ്ങുന്നതിനാണ്. ഇത് കേരള ഇലക്ഷന്റെ പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പ് ഒരു പുതിയ തുഗ്ലക്കിൻ പരിഷ്കാരം കൊണ്ടുവയ്ക്കുക. ആരോട് ചർച്ച ചെയ്തു? കോൺഗ്രസിനോട് ചർച്ച ചെയ്തിട്ടില്ല, ആധികാരികമായി പറയുകയാണ്.
നമ്മൾ അവസാനം വിളിച്ച 17ാമത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള മിനിറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത് അപാകതകളെക്കുറിച്ച് അല്ലെങ്കിൽ വോട്ട് ചേർക്കുന്നതിനെക്കുറിച്ച് തുടർ കാര്യങ്ങളും സാധാരണ കാര്യങ്ങളുമാണ്. കോൺഗ്രസ് പാർട്ടിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പുതിയ ഡിജിറ്റ്, ഇത്രയും വലിയൊരു മാറ്റം ആരും അറിയാതെ ഈ നോട്ട് നിരോധനം പോലെയുള്ള ഈ വോട്ടുണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു? മൂന്നാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ, എന്തുകൊണ്ട് എക്സിസ്റ്റിംഗ് വോട്ടർ പട്ടികയിൽ നിന്ന്, കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മുടെ വോട്ടർ ID കാർഡുള്ള EIC വോട്ടർ ID റിമൂവ് ചെയ്തത് എന്തിനാണ്? നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഒരു പാർട്ടിയിലുള്ള 800-900 ആളുകളുടെ ലിസ്റ്റ് കാണിക്കുമ്പോൾ ഈ പറഞ്ഞ പുതിയ SCC നമ്പറിനോടൊപ്പം ഈ വോട്ടർ ID കാർഡ് വെക്കുകയാണെങ്കിൽ താഴെ പോകുന്ന ആളുകൾക്ക്, വെരിഫൈ ചെയ്യുന്ന ആളുകൾക്ക് വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ വെരിഫൈ ചെയ്യണ്ട എന്നുള്ള ഉത്തരവാദിത്തത്തോടല്ലേ നിങ്ങളിത് ചെയ്യുന്നത്? ഇനി നാലാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ തൊഴിൽ എന്താണ്? എത്രയോ കാലമായി ഈ വോട്ടർ ഇരട്ടിപ്പ് മാറ്റണമെന്ന് കോൺഗ്രസ് പാർട്ടി അടക്കം എല്ലാ ആളുകളും പറയുന്നു. അത് മാറ്റുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷന് ഈ SCCയിലൂടെ പുതിയ വോട്ടുകൾ ആഡ് ചെയ്ത് അതിനെ റെഗുലറൈസ് ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു സൊല്യൂഷൻ കൂടെ പറഞ്ഞുതരാം. ഈ SCC എന്ന് പറഞ്ഞ ഒരു ബാക്ക്ഡോർ യുണീക്ക് ID ഇവർ കൊണ്ടുവന്നത്, അത് നേരായ മാർഗത്തിൽ ഉപയോഗിച്ചാൽ അരമണിക്കൂറിനകത്ത് സോഫ്റ്റ്വെയറിലൂടെ കേരളത്തിലുള്ള ഇരട്ടി വോട്ട് ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിക്കാം. അത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. നമ്മൾ 3-4 ആളുകളിരുന്ന് ഇവിടുത്തെ 3 ID ഞാൻ കാണിക്കുകയാണ്. നിങ്ങളുടെ ഡേറ്റാബേസിൽ കയറി നിങ്ങൾ ആ ഡേറ്റാബേസ് മറച്ചു, 10 ദിവസം നിങ്ങളതിനെ മാറ്റിവെച്ചു. എന്നിട്ട് അതിന് മുമ്പുള്ള ചില വർക്കുകൾ ചെയ്തതിൻ്റെ ഭാഗമായി ആധികാരികതയോടെ പറയുന്ന ഒരു 10 വാർഡിൽ നിന്ന് 200-300 ഡേറ്റാബേസ് നമുക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വിത്ത് ഓൾ ഇറ്റ്സ് മൈറ്റ് ആൻഡ് പവർ ആൻഡ് ആക്സസ് അവർക്കൊരു അരമണിക്കൂർ കൊണ്ട് കേരളത്തിലുള്ള ഈ വോട്ടർ ഇരട്ടിപ്പും മൾട്ടിപ്പിളും സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് ചെയ്യാതെ ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം. ഞാൻ ആരോപണം ഒന്നും ഉന്നയിക്കുന്നില്ല, ഒരു പാർട്ടിയുടെ ചട്ടകമാണെന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് CPM വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല, ഇത് BJPക്ക് വേണ്ടി ചെയ്യാന്ന് പറയുന്നില്ല. ഞാൻ 4 ചോദ്യങ്ങൾ നിങ്ങൾ ആരോട് ചർച്ച ചെയ്ത് ഈ പറഞ്ഞ പുതിയ നമ്പർ തുഗ്ലക്കിന് പരിഷ്കാരം കൊണ്ടുവന്നു? ആ നമ്പർ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഒരു വോട്ടർ ID കാർഡ് വെച്ച് 2-3 സ്ഥലത്ത് വോട്ട് ചേർത്ത ആളുകൾക്ക് 3 നമ്പറുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ കള്ളവോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ലേ? അതിനുള്ള വഴിയൊരുക്കുകയല്ലേ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് കരട് പട്ടികയിൽ നിന്ന് വോട്ടർ ID കാർഡ് EIC കാർഡ് നമ്പർ നിങ്ങൾ മാറ്റി? നാലാമത്, നിങ്ങൾക്ക് വോട്ടർ ഡിലീഷനുള്ള സ്ട്രാറ്റജി എന്താണ്? ഇതെല്ലാം ഒരുപക്ഷെ മറുപടി പറയായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യണം എന്നുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ 10 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളുടെ അലംഭാവം കാരണം, നിങ്ങളുടെ ഇൻഎഫിഷ്യൻസി കാരണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാരണം ഒരു പ്രോസസ്സ് ഡിലേ ആയപ്പോൾ 10 ദിവസം കൊണ്ട് നിങ്ങൾ പുതിയ നമ്പർ വന്നിട്ട് 10 ദിവസം കൊണ്ട് പുതിയ ആൾക്കാരെ ചേർക്കുക, പഴയ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഴയ വോട്ടർ ID കാർഡ് വെച്ചിരിക്കണമായിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഈ 4 ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകണം. ഞാനൊരു ആറ്റം ബോംബാണോ ഹൈഡ്രജൻ ബോംബാണോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ തൽക്കാലം തിരുവനന്തപുരത്ത് പൊട്ടിച്ച ഒരു ഓലപ്പടക്കമാണ്. ഓലപ്പടക്കത്തിനും എല്ലാവരും കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വലിയൊരു ബോംബാവാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് അവധി തുടങ്ങുകയാണ്. ഇന്ന് അവധിയാണ്, നാളെ തൊട്ട് അവധി, മഹാനവമി, ദസറ, ശനി, ഞായറൊക്കെയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എത്രയും പെട്ടെന്ന് ഈ 4 ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇന്നിവിടെ ഉന്നയിക്കുന്നത്. അല്ല, ഇതിലെ പ്രശ്നം SCC എന്നൊരു കാര്യം വരുന്നത് നമ്മൾ അറിയുന്നത് തന്നെ പത്രം വായിച്ചിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പത്രക്കുറിപ്പിലൂടെ SCC വരുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ 5:50 ജനശതാബ്ദി കയറി കോഴിക്കോട് തിരൂര് പോകുന്ന സമയത്ത് 5:50 മാതൃഭൂമി പത്രം നോക്കുമ്പോഴാണ് ഈ വാർത്ത കാണുന്നത്. വാർത്താക്കുറിപ്പിൽ എന്താണ് പറഞ്ഞത്? അതെ, ആ വാർത്ത തന്നെയാണ് ഇതിൽ വരുന്നത്. അതെ, പക്ഷെ ചർച്ച ചെയ്തിട്ട് ഈ വാർത്താക്കുറിപ്പ് ഇറങ്ങിയാണോ രാഷ്ട്രീയ പാർട്ടികൾ അറിയേണ്ടത്? ഇത്രയും വലിയൊരു ചേഞ്ച് അല്ലേ? വാർത്താക്കുറിപ്പ് സംബന്ധിച്ചെന്തിന് പറക്കാം. അവരുടെ വെബ്സൈറ്റിൽ വാർത്താക്കുറിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ വെബ്സൈറ്റിൽ വാർത്താക്കുറിപ്പ് കണ്ടില്ല. നിങ്ങൾക്ക് അയച്ചു കാണും, പത്രം വന്നു. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ, ഇതൊരു വലിയ മാറ്റമില്ലേ? നിങ്ങൾ തന്നെ പറയുന്നു 2,83,12,458 ആളുകൾക്ക് പുതിയ തിരിച്ചറിയൽ നമ്പർ കൊടുത്ത് ഈ അവധി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ലോട്ടിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ പോവാ.
അതെ, ആദ്യം മറുപടി പറയട്ടെ. ഇലക്ഷൻ കമ്മീഷന് 4 ചോദ്യങ്ങൾക്കുള്ള 4 മറുപടികൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അഭ്യർത്ഥിക്കുന്നു. വേറൊരു കാര്യവും ഞാൻ പറയുന്നില്ല. 4 direct questions, we need direct answers. കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഇരട്ടി വോട്ടുകൾ അരമണിക്കൂറിനകം കമ്മീഷന് കണ്ടെത്താൻ കഴിയുമെന്ന് അത് തന്നെ അങ്ങനെ ഒരു നമ്പർ കൊണ്ടുവരുന്നതിന് സാധൂകരിക്കുന്നതല്ലേ? ഇത് ബേസിക്കലി ആ നമ്പറിന്റെ ആവശ്യമില്ല. ഈ എക്സിസ്റ്റിംഗ് വോട്ടർ ID കാർഡ് വെച്ച് നോക്കിയാൽ തന്നെ നമ്മൾ ടെക്നിക്കലി നോക്കാൻ ഇറ്റ്സ് യുണീക്ക് നമ്പർ. ഇപ്പം എൻ്റെ വോട്ടർ ID കാർഡല്ല ഉണ്ണിയുടെ വോട്ടർ ID കാർഡ്, അല്ലെങ്കിൽ ഇതാ ഇവിടെയുള്ള ജോയിച്ചൻ്റെ ഗോപുവിൻ്റെയോ ഏഞ്ചലിൻ്റെയോ ഒന്നും വോട്ടർ ID. അപ്പോൾ എൻ്റെ വോട്ടർ ID കാർഡ് എനിക്ക് മാത്രമേ ഉള്ളൂ. ഒരു വോട്ടർ ID കാർഡ് വെച്ച് സിസ്റ്റത്തിൽ കയറി എത്ര മൾട്ടിപ്പിൾ എൻട്രി എന്നുള്ളത് നോക്കുന്നത് ഈ കാലത്ത് വലിയ കാര്യമൊന്നുമില്ല. കൊച്ചു പിള്ളേർ, നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ ഒരു പ്രോഗ്രാം എഴുതിയാൽ പടപടയെന്ന് കിട്ടുന്ന കാര്യമുള്ളൂ. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യുന്നില്ല? എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ പുതിയൊരു നമ്പർ ഇട്ടു. വോട്ടർ ID കാർഡിന് എന്നൊരു യുണീക്ക് നമ്പർ ഉള്ളപ്പോൾ അതിന് പാരലായിട്ട് SCC എന്നൊരു യുണീക്ക് നമ്പർ കൊണ്ടുവരുന്നത് കള്ളവോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഒരു വോട്ടർ ID കാർഡിന് 3 വോട്ടുണ്ടെങ്കിൽ ആ വോട്ടർ ID കാർഡ് വെച്ച് പിടിക്കാം. പക്ഷെ അതിന് പകരം ഒരു വോട്ടർ ID കാർഡിന് അഗെയിൻസ്റ്റ് ഞാൻ ഈ കാണിച്ച പോലെ ഈ 4 ഈ എന്താ പറയുക 3 SCC നമ്പർ വരുമ്പോൾ ആ നമ്പർ കാണിച്ച് വോട്ട് ചെയ്യാൻ മതി. അതുപോലെ നമുക്കിനി അറിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിഫൈ ചെയ്യണം. നാളെ ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ വോട്ടർ ID കാർഡില്ല, അപ്പം പറയും സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ പാൻ കാർഡ് കൊണ്ടുവന്നാൽ മതി. ഈ SCC കാർഡ് എന്നുള്ള നമ്പർ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് SCC കാർഡ് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് നിങ്ങളുടെ SCC നമ്പർ അറിയാം? നിങ്ങൾ നാളെ വോട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ SCC കാർഡ് നമ്പർ കണ്ടുപിടിച്ചാണോ വോട്ട് ചെയ്യേണ്ടത്? അതിനല്ലേ ആധികാരികമായ വോട്ടർ ID കാർഡ് ഉള്ളത്. അപ്പോൾ SCC കാർഡിൻ്റെ ഗുണം എന്താണ്? ഇന്റേണൽ സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള ഒരു യുണീക്ക് ID ക്രിയേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഈ ജനങ്ങളുടെ മധ്യേ SCC എന്നൊരു ഭൂതം തുറന്നു വിട്ടത് കള്ള വോട്ടുകളെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഗീവ് എ ബെറ്റർ റീസൺ. ഒരു റീസൺ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ട് നമ്മുടെ ടീമിനൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ലോജിക്കലായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇത് മാതൃഭൂമിയിൽ വാർത്ത വന്നു, എനിക്കൊന്ന് മനോരമയിൽ ഇന്നലെ വാർത്ത വന്നു. പല ആളുകളും ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇരട്ട വോട്ട് തടയുമോ എന്നുള്ള ചോദ്യത്തിൽ ഇരട്ട വോട്ട് തടയത്തില്ല, ഇരട്ട വോട്ട് നടത്താൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ 3 ഉദാഹരണം റാൻഡമായിട്ട് എടുത്തതാണ്. നമ്മൾ ഈ കുറച്ച് വാർഡ് നോക്കിയപ്പോൾ തന്നെ 10, 200, 300 ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഒരു ചെറിയ വർക്ക് നമ്മുടെ പ്രൊഫഷണൽ കോൺഗ്രസിലെ സുഹൃത്തുക്കൾ ചെയ്തപ്പം അവിടെയും കിട്ടി ഒത്തിരി വോട്ട്. ഇതുപോലത്തെ വർക്ക് വേറെ ആരും നടത്തണ്ടെന്ന് ഒരുത്തരം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ അനുമാനമാണ് വോട്ടർ ID കാർഡ് നമ്പർ മാറ്റിയത് ഇത്തരത്തിലുള്ള താരതമ്യ പഠനം നടത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ നോക്കിയില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയ ആരോപണമല്ല. ഇത് പ്രോസസ്സിനെ, ഇലക്ഷൻ കമ്മീഷൻ്റെ സിസ്റ്റത്തെ ഇത് തെറ്റായിട്ട് ഉപയോഗിച്ച് അതിൽ പ്രശ്നമുണ്ടായിരിക്കുകയാണ്. ഇവർ ചിലപ്പം നാളെ ഒരുപക്ഷെ വീട് മാറിപ്പോയവരാവാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയവരാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാകാം. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് കുറേ ആളുകൾ ഇതുപോലെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ശക്തമായി പറയുന്നത്. ഇവിടെ രാഷ്ട്രീയ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം 3 പേരുടെ ഉദാഹരണമാണ്. 10-300 ഉദാഹരണങ്ങൾ മിനിമം നമുക്കറിയാം. അതിൻ്റെ പുറകെ പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പാണ്. എന്തായാലും ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി വരട്ടെ. അതുകൊണ്ടാണ് ഈ തിരക്കിനിടയിൽ ഇന്ന് രാവിലെ തന്നെ ഇത് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഒരു അവധി മൂഡിലേക്ക്, അവധിയാണ്, എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ വർക്ക് ചെയ്യുകയാണ്. ഇലക്ഷൻ കമ്മീഷണർക്ക് ആക്സസ് കുറവാണ്. കമ്മീഷനുള്ള ആളുകളൊക്കെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ലീനിങ്ങുള്ള ആൾക്കാരൊക്കെയാണ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. ഞാൻ കമ്മീഷനെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് പലതും നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നില്ല. ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അതുകൊണ്ട് പൊതുമധ്യത്തിലുള്ള 4 ചോദ്യങ്ങൾ. എന്തിന് പുതിയൊരു ID കാർഡ് കൊണ്ടുവന്നു? ആ ID കാർഡാണോ? ഇനി ID കാർഡ് കിട്ടും SCC എന്ന് പറഞ്ഞാൽ ആർക്കറിയില്ല. അദ്ദേഹം പറയുന്നു ഇനി ഈ നമ്പറാണ് എല്ലാത്തിനും ആധാരം, എല്ലാ തുടർ ഉപയോഗങ്ങൾക്കും പുതിയ നമ്പർ ഉപയോഗിക്കണമെന്ന് സംസ്ഥാന കമ്മീഷൻ പറഞ്ഞു. ഇപ്പം പുതിയ നമ്പറിന് എനിക്ക് ഇനി പുതിയ ID കാർഡായിട്ട് തരുമോ? പാവപ്പെട്ട ആൾ വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്ന് വീട്ടുപണിക്ക് പോകുന്ന ആളുകൾ, ആദിവാസി മേഖലയിലെ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, രാവിലെ വോട്ട് ചെയ്തിട്ട് പോകുന്ന ആളുകൾ, ഇവരിനി ഇവിടെ നമ്പർ കണ്ടുപിടിച്ചുകൊണ്ട് പോകണോ? വോട്ടർ ID കാർഡ് കണ്ടുപിടിച്ച് പോകുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഇതിൽ എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഇത് നിർദോഷമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എത്രയും പെട്ടെന്ന് ഒരു മറുപടി നൽകണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കുന്നത്.